If you want to live a happy life, tie it to a goal, not to people or things. This is said by the great Albert Einstein. Hi guys, welcome back to my YouTube channel. This channel ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ you're most welcome to my channel. എൻ്റെ പേര് അഞ്ജു. ഇന്ന് നമ്മൾ നമ്മുടെ പുതിയ സീരീസ് തുടങ്ങാണ് ന്യൂ ഇയർ ന്യൂ മീ സീരീസ്. യുവർ ന്യൂ ഇയർ ബിഗിൻസ് വെൻ യു ഡിസൈഡ് ടു ചേഞ്ച്. ഈ സീരീസിൽ നമ്മൾ മെയിൻലി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് എങ്ങനെ 2021 എന്നൊരു ന്യൂ ഇയർ ബ്യൂട്ടിഫുൾ ആക്കാം എന്നുള്ളതാണ്. ദാറ്റ് ഈസ് എങ്ങനെ ഒരു ബെറ്റർ ലൈഫ് നമുക്ക് ലീഡ് ചെയ്യാം ഇൻ 2021. എൻ്റെ ചിറ്റ് ചാറ്റ് 2021 വീഡിയോയിൽ ഞാൻ ഈ സീരീസിനെ കുറിച്ച് കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. സോ ഇഫ് യു ഹാവ് നോട്ട് വാച്ച് ദാറ്റ് വീഡിയോ, പ്ലീസ് ഡു ചെക്ക് ദാറ്റ് വീഡിയോ ഔട്ട്. Okay, without further ado, let's get started in this video because എനിക്ക് ഈ വീഡിയോയിൽ കുറേ പറയാനുണ്ട്. ഇന്നത്തെ വീഡിയോ ഫസ്റ്റ് ആൻഡ് ദി ഫോർമോസ്റ്റ് തിങ് ദാറ്റ് വി ഹാവ് ടു ഡു ഇൻ എ ന്യൂ ഇയർ, ഗോൾ സെറ്റിംഗ്. ഈ വീഡിയോയിൽ എനിക്ക് കുറേ കാര്യങ്ങൾ പറയാനുള്ളതുകൊണ്ട് ഞാൻ ഈ വീഡിയോ കുറച്ച് ഡിഫറെൻറ്റ് പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. സോ ടു നോ എക്സാക്ട്ലി വാട്ട് ദോസ് പാർട്സ് ആർ, യു ക്യാൻ ചെക്ക് ദി ഡിസ്ക്രിപ്ഷൻ ബോക്സ് ബിലോ. ഞാൻ ടൈം സ്നാപ്സ് കൊടുത്തിട്ടുണ്ടാവും, സോ യു ക്യാൻ ചെക്ക് ദാറ്റ് ഔട്ട്. ഗോൾ സെറ്റിങ്ങിനെ കുറിച്ച് സംസാരിക്കുന്നതിന് മുമ്പേ വാട്ട് ആർ ഗോൾസ്? അതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഗോൾസ് ആർ ടാർഗറ്റ്സ് ഓർ ഡിസയേർഡ് ഔട്ട്കംസ്. അതാണ് ഗോൾസ്. ഒരു ഡിസയേർഡ് ഔട്ട്കം, ദാറ്റ് ഈസ് നമ്മുടെ ഒരു എൻഡ് പ്രൊഡക്റ്റ്, അതാണ് ഗോൾസ് എന്ന് പറയുന്നത്. ഇനി ന്യൂ ഇയറിൽ നമ്മൾ ഗോൾസും സെറ്റ് ചെയ്യും, റെസൊല്യൂഷൻസും സെറ്റ് ചെയ്യും. ഹൗ ആർ ദീസ് ബോത്ത് ഡിഫറെൻറ്റ്? റെസൊല്യൂഷൻസ് ആർ ബേസിക്കലി ഇൻറ്റൻഷൻസ് ഓർ പ്രോമിസ് ടു യുവർ സെൽഫ്. ഇതൊരു ടാർഗറ്റ് ആയിരിക്കില്ല. ടാർഗറ്റ്സ് ആർ ഗോൾസ്, വെയറാസ് റെസൊല്യൂഷൻസ് ആർ യുവർ ഇൻറ്റൻഷൻസ് ഓർ യുവർ പ്രോമിസസ് ടു യുവർ സെൽഫ്. ദാറ്റ് നമ്മൾ ഇന്ന കാര്യം ചെയ്യും അല്ലെങ്കിൽ ഇന്ന കാര്യം ചെയ്യില്ല എന്നൊക്കെ ഉള്ള ഒരു പ്രോമിസ് ടു യുവർ സെൽഫ്, ദാറ്റ് ആർ റെസൊല്യൂഷൻസ്. ആക്ച്വലി ഇത് രണ്ടും തമ്മിൽ വളരെ സിമിലർ ആണ്, അല്ലേ? ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ബട്ട് യു ക്യാൻ ഡെഫിനറ്റ്ലി കണക്ട് ദീസ് ബോത്ത്. ദാറ്റ് ഈസ് യു ക്യാൻ ചേഞ്ച് യുവർ റെസൊല്യൂഷൻസ് ഇൻ ടു ഗോൾസ്. ചെറിയൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, റെസൊല്യൂഷനായിട്ട് നമുക്ക് നമ്മുടെ മനസ്സിൽ തന്നെ ഫിക്സ് ചെയ്യുക ദാറ്റ് ഐ വോണ്ട് സ്പെൻഡ് സോ മച്ച് ഓഫ് മണി. ഈ മാസം ഞാൻ അധികം പൈസ ചിലവാക്കില്ല, ദാറ്റ് ഈസ് ഈ വർഷം ഞാൻ അധികം പൈസ ചിലവാക്കില്ല എന്ന് നമ്മളൊരു റെസൊല്യൂഷൻ എടുക്കും. ബട്ട് യു ക്യാൻ ടേൺ ഇറ്റ് ഇൻ ടു ഗോൾ വെൻ യു ഫിക്സ് ഇറ്റ് ലൈക്ക് എ ടാർഗറ്റ്. എന്നുവെച്ചാൽ ഈ വർഷം ഞാൻ അധികം സ്പെൻഡ് ചെയ്യില്ല എന്നുള്ളത് എൻ്റെ ഒരു റെസൊല്യൂഷൻ ആണെങ്കിൽ ഐ ക്യാൻ മേക്ക് ഇറ്റ് ഇൻ ടു എ ഗോൾ ബൈ സേയിങ് ദാറ്റ് മന്ത്ലി ഞാൻ 2000 rupees മാത്രമേ സ്പെൻഡ് ചെയ്യുള്ളൂ, അതിൽ കൂടുതൽ സ്പെൻഡ് ചെയ്യില്ല. വെൻ യു സെറ്റ് ദറ്റ് ഗോൾ ഓർ ദി ടാർഗറ്റ്, ദാറ്റ് ഈസ് ദി എൻഡ് ഔട്ട്കം, ദാറ്റ് ഈസ് വെൻ യുവർ റെസൊല്യൂഷൻ ചേഞ്ചസ് ഇൻ ടു എ ഗോൾ. ബേസിക്കലി എൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഐ ഫോക്കസ് മോർ ഓൺ goals than resolutions, but definitely some resolutions help us to achieve those big goals. Resolutions can be that small steps, ഒരു ചെറിയ ചെറിയ സ്റ്റെപ്സ് നമ്മൾ നമ്മുടെ ലൈഫിൽ എടുക്കുന്നതായിരിക്കും ആ റെസൊല്യൂഷൻ. ഇറ്റ് ക്യാൻ ഡെഫിനറ്റ്ലി അസിസ്റ്റ് യു ഇൻ അച്ചീവിങ് യുവർ എൻഡ് റിസൾട്ട് ഓർ യുവർ മെയിൻ ഗോൾസ്. സോ പറഞ്ഞു വരുമ്പം രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്, ബട്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഗോൾസ് ആർ ലിറ്റിൽ മോർ ഇമ്പോർട്ടൻറ്റ്. ഗോൾ സെറ്റിംഗ് എന്ന് പറയുന്നത് ഒരു പ്രോസസ്സാണ് where we set our goals. Before getting into that, I would like to tell you one more thing. ഗോൾ സെറ്റിങ്ങിൽ ഞാൻ പല കാര്യങ്ങളും പറയും, ദാറ്റ് ഈസ് ഇങ്ങനെയൊക്കെ നമുക്ക് ഗോൾസ് സെറ്റ് ചെയ്യാന്നുള്ളത്. പക്ഷേ അപ്പോഴും പലവർക്കും ഉള്ളൊരു ഡൗട്ടാണ്, ദാറ്റ് ഈസ് ഇൻക്ലൂഡിങ് മീ. എനിക്കും ആദ്യം ഉണ്ടായിരുന്ന ഒരു ഡൗട്ടാണ്, എന്താണ് നമ്മുടെ ആക്ച്വൽ ഗോൾ, എന്താണ് ശരിക്കുള്ള നമ്മുടെ ഗോൾസ് എന്ന് നമ്മൾ എങ്ങനെ മനസ്സിലാക്കും എന്നുള്ളത്. ഇതിന് എൻ്റെ കയ്യിൽ ചെറിയ ടിപ്സ് ഉണ്ട്. ഫസ്റ്റ് വൺ ക്യാൻ ബി വിഷ്വലൈസേഷൻ. അല്ലേ, പറയുമ്പോൾ കുറച്ച് വലിയ വാക്കായിട്ട് തോന്നും, വലിയ കാര്യം തന്നെയാണ്, പക്ഷേ യു ക്യാൻ ഡു ഇറ്റ് ഈസിലി. വിഷ്വലൈസേഷൻ വെച്ചാൽ ജസ്റ്റ് സിറ്റ് ഡൗൺ ഫോർ 10 minutes ആൻഡ് തിങ്ക് ഫോർ യുവർ സെൽഫ് വാട്ട് യു നീഡ് ഇൻ യുവർ ലൈഫ്. നിങ്ങളുടെ ലൈഫ് എങ്ങനെ ആയിരിക്കണം, ഹൗ ഇസ് യുവർ ഐഡിയൽ ലൈഫ്. ഇപ്പോൾ ഉള്ള സിറ്റുവേഷനും ഇനിയുള്ള സിറ്റുവേഷനും തമ്മിൽ നിങ്ങൾക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് വേണ്ടത്. ദാറ്റ് ഐഡിയൽ തിങ് ദാറ്റ് യു നീഡ് ഇൻ യുവർ ലൈഫ് ഓർ ദാറ്റ് ഐഡിയൽ തിങ് ദാറ്റ് യു വോണ്ട് ടു ബി ഇൻ യുവർ ലൈഫ്, ദാറ്റ് വിൽ ബി യുവർ ഗോൾ. അങ്ങനെ നമുക്ക് ഫൈൻഡ് ചെയ്യാം. ഇതാണ് ഒരു വഴി. രണ്ടാമത്തത് ഇസ് ഡിസൈഡിങ് യുവർ ഗോൾസ് ത്രൂ ഡിഫറെൻറ്റ് ആസ്പെക്ട്സ് ഓഫ് ലൈഫ്. ഇതേക്കുറിച്ച് ഞാൻ ഇതിന് മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറേ ആസ്പെക്റ്റ് ഉണ്ട് നമ്മുടെ ലൈഫിൽ. എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് കരുതുന്ന കുറച്ച് ആസ്പെക്ട്സ് ആണ്. ഫസ്റ്റ് വൺ വിൽ ബി കരിയർ, സെക്കൻഡ് ഫിനാൻസ്, തേർഡ് വിൽ ബി ഹാപ്പിനെസ്, ലെഷർ ഓർ ഫൺ, ഫോർത്ത് വിൽ ബി പേഴ്സണൽ ഡെവലപ്മെൻറ്റ്, ഫിഫ്ത്ത് വിൽ ബി ഹെൽത്ത്,
റിലേഷൻഷിപ്സ്. ഈ 6 കാര്യങ്ങളാണ് ഞാൻ എൻ്റെ ലൈഫിൽ ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട്സ് ആയിട്ട് കരുതുന്ന കാര്യങ്ങൾ. ദേ ക്യാൻ ബി സോ മെനി മോർ ദാറ്റ് സ്പിരിച്വാലിറ്റി, ഇങ്ങനത്തെ പല കാര്യങ്ങളും ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. സോ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ യുവർ പേഴ്സണൽ ടേസ്റ്റ്. നെറ്റിൽ സെർച്ച് ചെയ്താൽ യു വിൽ ഫൈൻഡ് സോ മെനി മോർ ലൈഫ് ആസ്പെക്ട്സ്. അബൌട്ട് 10 ഒക്കെ ഉണ്ടാവാനുള്ള വഴിയുണ്ട്. സോ ഗോ ത്രൂ ദാറ്റ് ആൻഡ് ഡിസൈഡ് വാട്ട് ആർ യുവർ മെയിൻ ആസ്പെക്ട്സ് ഇൻ യുവർ ലൈഫ്. അതിനുശേഷം യു ക്യാൻ സെറ്റ് ഗോൾസ് ഓർ സെറ്റ് what you want to achieve in that particular area. That is, ഇപ്പോൾ നിങ്ങളുടെ കരിയർ ആണെങ്കിൽ what do you want in your career, like where do you want to reach, ഇന്ന പോസ്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ കമ്പനിയിൽ ജോബ് കിട്ടുക എന്നുള്ളതായിരിക്കും. ഇങ്ങനെ പല കരിയർ ഗോൾസും നമുക്കുണ്ടാവും അല്ലേ. സോ സെറ്റ് ദോസ് ഇൻ ഈച്ച് ഹെഡ്, ദാറ്റ് ഇസ് സെറ്റ് ദോസ് ഗോൾസ് അണ്ടർ ഈച്ച് ഹെഡ്. ഇഫ് യു ക്യാൻ ഡു ദിസ് ലൈക്ക് ദിസ്, ഇറ്റ്സ് വെൽ ആൻഡ് ഗുഡ്. അപ്പോൾ തന്നെ നമുക്കൊരു ഐഡിയ കിട്ടും ഇതിൽ ഏതാണ് എൻ്റെ മെയിൻ ഗോൾ, അല്ലെങ്കിൽ എൻ്റെ ഒരു 3 മെയിൻ ഗോൾ എന്നുള്ളത്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു വഴിയാണ് റൈറ്റ് ദീസ് ആസ്പെക്ട്സ് ഡൗൺ ആൻഡ് റാങ്ക് യുവർ സെൽഫ് ഇൻ ദോസ് ആസ്പെക്ട്. ഹെൽത്തിൻ്റെ കാര്യങ്ങളാണെങ്കിൽ നിങ്ങൾ എത്രമാത്രം നിങ്ങളുടെ ഹെൽത്ത് ശ്രദ്ധിക്കുന്നുണ്ട്, ഹൗ ഇമ്പോർട്ടൻറ്റ് ഈസ് ഇറ്റ് ടു യു ആൻഡ് വാട്ട് ഈസ് ദേ ദാറ്റ് യു നീഡ് ടു ഇംപ്രൂവ് എന്നൊക്കെ ഉള്ളത് നോക്കിയിട്ട് റാങ്ക് യുവർ സെൽഫ് ഇൻ ഈച്ച് കാറ്റഗറി. അതിൽ ഏറ്റവും ലോവസ്റ്റ് റാങ്ക് വരുന്നതായിരിക്കും നിങ്ങൾ കുറച്ച് വീക്ക് ആയിട്ടുള്ള ഏരിയ. സോ ദാറ്റ് മീൻസ് ദാറ്റ് യു ഹാവ് ടു ഡെവലപ്പ് ഇൻ ദാറ്റ് ഏരിയ. സോ അങ്ങനെ നോക്കിയിട്ട് നിങ്ങൾക്ക് ഗോൾസ് സെറ്റ് ചെയ്യാവുന്നതാണ്. ഐ തിങ്ക് ദാറ്റ് ഐ എം മേക്കിംഗ് ദിസ് ക്ലിയർ ടു യു. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. സോ ലെറ്റ്സ് കണ്ടിന്യൂ. മൂന്നാമത്തെ ഒരു എളുപ്പ വഴി എന്ന് പറയുന്നത്, ഇത് ഭയങ്കര എളുപ്പമാണ് കേട്ടോ. ജസ്റ്റ് റൈറ്റ് അബൌട്ട് യുവർ സെൽഫ്. നിങ്ങളെക്കുറിച്ച് നിങ്ങൾ എഴുതുക. ഇപ്പം നിങ്ങൾ എങ്ങനെയാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെയാണ് വേണ്ടത്, നിങ്ങളുടെ സ്ട്രോങ് പോയിൻ്റ് എന്തൊക്കെയാണ്, നിങ്ങളുടെ വീക്ക് പോയിൻറ്റ്സ് എന്തൊക്കെയാണ് എന്നൊക്കെ ഉള്ളതൊന്ന് എഴുതി വെക്കുക. ആദ്യം നമ്മൾ തുടങ്ങുമ്പോൾ ഇറ്റ് വിൽ ബി ലിറ്റിൽ ഡിഫിക്കൽട്ട് ടു റൈറ്റ് അബൌട്ട് അവർ സെൽഫ് ആൻഡ് ഓൾ. പക്ഷേ ആസ് യു സ്റ്റാർട്ട് റൈറ്റിംഗ്, നിങ്ങൾക്ക് ആ ഒരു ഫ്ലോയിന് നിങ്ങളെക്കുറിച്ച് തന്നെ കൂടുതൽ അറിയാനും കൂടുതൽ എഴുതാനും ഒക്കെ പറ്റും. സോ after writing about yourself, when you revise it or when you go through it, you will know, ഓ ശരിക്കും എനിക്ക് ഇത് തന്നെയായിരുന്നല്ലേ വേണ്ടത്, ശരിക്കും എനിക്ക് അന്നതായിരുന്നല്ലേ വേണ്ടത്, ദിസ് ഇസ് വെയർ മൈ ടാർഗറ്റ് ഇസ്, ഓർ ഇതാണ് എനിക്ക് നേടണം എന്നുള്ള കാര്യമല്ലേ എന്നൊക്കെ. സോ ദാറ്റ് ഈസ് ഓൾസോ വൺ ഓഫ് ദി വേ യു ക്യാൻ ഫൈൻഡ് യുവർ ഗോൾസ്. സോ ഞാനീ പറഞ്ഞ 3 കാര്യങ്ങൾ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് എന്തായാലും നിങ്ങളുടെ ഗോൾ ഏതാണെന്ന് തിരിച്ചറിയാൻ പറ്റും. ഇനി നമുക്ക് ഗോൾ സെറ്റിങ്ങിലോട്ട് കടക്കാം. ഹൗ ക്യാൻ യു സെറ്റ് യുവർ ഗോൾസ് എന്നുള്ളതാണ് നമ്മുടെ അടുത്ത ടോപ്പിക്. സോ ഇത് ഞാൻ 3 കാര്യങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. ഫസ്റ്റ് ഇസ് ദി തിങ്സ് യു നീഡ് ടു നോ ഓർ തിങ്സ് യു നീഡ് ടു ഡു ബിഫോർ goal setting and the actual goal setting methods, and the third one is things you need to do or go through after setting your goals. സോ നമുക്ക് ആദ്യത്തെ കാര്യം വെച്ച് തന്നെ തുടങ്ങാം. തിങ്സ് യു നീഡ് ടു ഡു ബിഫോർ ഗോൾ സെറ്റിംഗ് ഓർ തിങ്സ് യു നീഡ് ടു ഗോ ത്രൂ ബിഫോർ ഗോൾ സെറ്റിംഗ്. ഫസ്റ്റ് വിൽ ബി റിഫ്ലക്റ്റിംഗ് ഓൺ യുവർ പ്രീവിയസ് ഇയർ. ഞാൻ ഇത് പറഞ്ഞത് കേട്ട് നിങ്ങൾക്ക് മടുത്തിട്ടുണ്ടാവും എന്ന് എനിക്കറിയാം, ബട്ട് ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ടാണ് ഞാൻ പിന്നെയും പറയുന്നത്. ഞാൻ എൻ്റെ ഇതിന് മുമ്പുള്ള ഒരു വീഡിയോയിൽ തിങ്സ് ടു ഡു ബിഫോർ 2021 എന്നുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു റിഫ്ലക്റ്റിംഗ് ഓൺ 2020. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് എന്നുള്ള കാര്യം. Reflecting on 2020, that is your previous year, is very very important. You need to know കഴിഞ്ഞ വർഷം നിങ്ങൾ എന്തെങ്കിലും ഗോൾസ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും റെസൊല്യൂഷൻ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ, നിങ്ങളത് അച്ചീവ് ചെയ്തിട്ടില്ലെങ്കിൽ വൈ ഹാവ് യു നോട്ട് അച്ചീവ്ഡ് ഇറ്റ്? അതാണ് ക്വസ്റ്റ്യൻ. എന്തുകൊണ്ട് നമുക്കത് അച്ചീവ് ചെയ്യാൻ പറ്റിയില്ല എന്ന് നമ്മൾ ഫൈൻഡ് ചെയ്യണം. നെക്സ്റ്റ് തിങ്, ഇഫ് യു ഹാവ് അച്ചീവ്ഡ് ഇറ്റ്, ദാറ്റ് ഈസ് എന്തൊക്കെ ഫാക്ടേഴ്സ് കാരണമാണ് നിങ്ങളത് അച്ചീവ് ചെയ്യാൻ കാരണം. It might be that you gave so much importance to that goal. നിങ്ങളതിൽ വല്ലാണ്ട് ഫോക്കസ് ചെയ്തിരുന്നു, ആൻഡ് എവറിത്തിങ് അറൗണ്ട് യു കോൺസെൻട്രേറ്റഡ് ഇറ്റ് ടുവേർഡ് ദാറ്റ് പെർട്ടിക്കുലർ ഗോൾ. അതുകൊണ്ടാണ് അച്ചീവ് ചെയ്യാൻ കാരണം എന്നൊക്കെ ഉള്ളത്. സോ യു നീഡ് ടു നോ ഓൾ ദോസ് ബിഫോർ യു സെറ്റ് ഗോൾസ് ഫോർ ദി നെക്സ്റ്റ് ഇയർ. അതുകൊണ്ട് തന്നെ റിഫ്ലക്റ്റിംഗ് ഓൺ 2020 ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് തിങ് ടു ഡു ബിഫോർ ഗോൾ സെറ്റിംഗ് ഫോർ ദി നെക്സ്റ്റ് ഇയർ. Whichever method you follow for setting goals, you need to do it before that. Next കാര്യം എന്താണെന്ന് വെച്ചാൽ, you need to write this whole process down. ഓക്കെ, അപ്പം മാത്രമേ നമുക്ക് ആ ഒരു ഹോൾ പ്രോസസ്സിൽ ഒരു ക്ലാരിറ്റി വരുള്ളൂ. That is, okay, these are my goals and this is what you need to do for that. This is how you can achieve them എന്നൊക്കെ ഉള്ളത് എഴുതി വെച്ചാൽ you will get the whole sketch of it. ഓക്കെ, അതുകൊണ്ട് എന്തായാലും ഞാൻ ഈ പറയുന്ന പ്രോസസ് ത്രൂ ഗോൾ സെറ്റ് ചെയ്യാൻ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി റൈറ്റ് ഇറ്റ് ഡൗൺ. ടേക്ക് സം ടൈം ആൻഡ് റൈറ്റ് ഇറ്റ് ഡൗൺ.
If it is important to you, you will definitely have time for it. If you really want to go through that goal, if you really want to achieve that goal, if you really want to plan on that goal, you need to write it down. Next, the actual goal setting process. എങ്ങനെ നമുക്ക് നമ്മുടെ ഗോൾ സെറ്റ് ചെയ്യാം? ഈ വീഡിയോയിൽ ഞാൻ 2 മെത്തേഡ്സ് മെൻഷൻ ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് 2 മെത്തേഡ്സ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഗോൾ സെറ്റ് ചെയ്യാം. Either of one you can do, or maybe you can mix those both and set it like as you wish. But I'm sharing 2 methods in this video. First one will be backward goal setting or reverse engineering your goals. ഇങ്ങനെയൊക്കെ ഞാൻ പറയുമ്പോൾ വലിയ കാര്യമായിട്ട് തോന്നുമല്ലേ? പക്ഷേ this is very easy. ഇതിൽ ബേസിക്കലി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ we are first setting goals for 5 years ahead from now. We are going forward in our life and we are visualizing and thinking 2025 how do you want your life to look like? Where are you? നിങ്ങളിപ്പോൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ how is your life now? ഇതൊക്കെ നിങ്ങളൊന്ന് വിഷ്വലൈസ് ചെയ്യാണ്. ഓക്കെ, എന്നിട്ട് you will set goals for 5 years ahead from now. That is how you start. Later you will break it down to 1 year goals. 5 ഇയേഴ്സിന് ശേഷം നമ്മൾ അച്ചീവ് ചെയ്യേണ്ട ഗോൾസ്, ആ ഗോൾ അച്ചീവ് ചെയ്യണമെങ്കിൽ ഈ വർഷം ഞാൻ എന്ത് ചെയ്യണം? ഒരു എക്സാമ്പിൾ എടുത്ത് ഞാൻ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ, ഇപ്പം കരിയർ ഗോൾസ് എടുക്കുകയാണെങ്കിൽ, മേ ബി യു ആർ എ സ്റ്റുഡൻറ്റ് നൗ. ഓക്കെ, സോ ആഫ്റ്റർ 5 ഇയർ യു വോണ്ട് ടു വർക്ക് ആസ് എ ടീച്ചർ ആഫ്റ്റർ 5 ഇയേഴ്സ് എന്ന് വെക്കാം. സോ ഇപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത്? ഇപ്പം നമ്മൾ പഠിക്കണം അല്ലേ? അതാണ് ചെയ്യേണ്ടത്. ദാറ്റ് ഈസ്, ഇപ്പം നമ്മൾ എന്ത് കോഴ്സാണോ എടുക്കുന്നത് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് യു ഹാവ് ടു ക്ലിയർ ഇൻ ദാറ്റ്. അപ്പോൾ മാത്രമേ നമുക്ക് ആ 5 വർഷത്തിന് ശേഷമുള്ള ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ദിസ് ഇയർ ഗോൾ വിൽ ബി, ഇഫ് യു ആർ ഇൻ ഫസ്റ്റ് ഇയർ, ദിസ് ഇയർ ഗോൾ വിൽ ബി ടു ക്ലിയർ ഫസ്റ്റ് ഇയർ ഓൾ സബ്ജക്ട്സ്. അപ്പോൾ നമ്മൾ 5 ഇയർ ഗോൾസിൽ നിന്ന് വി സെറ്റ് 1 ഇയർ ഗോൾ. ദാറ്റ് ഈസ് 2021 ഗോൾസ് നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം വി ഫർദർ ബ്രേക്ക് ഇറ്റ് ഡൗൺ ആൻഡ് സെറ്റ് ക്വാർട്ടർലി ഗോൾസ്. ക്വാർട്ടർലി എന്ന് പറയുമ്പോൾ 3 months. 3 monthsന് വേണ്ട ഗോൾസ് നമ്മൾ സെറ്റ് ചെയ്യും. ഇതെങ്ങനെയാണ് ചെയ്യാന്ന് വെച്ചാൽ, ഇപ്പം ഞാൻ പറഞ്ഞ എക്സാമ്പിൾ തന്നെ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ, യു വോണ്ട് ടു ഫിനിഷ് ഓർ ക്ലിയർ ദിസ് ഇയേഴ്സ് എക്സാം. അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യണം? അപ്പം യൂഷ്വലി ഒരു സെമിസ്റ്റർ എന്ന് പറയുന്നത് 6 months ആണല്ലോ, 5 to 6 months ആണല്ലോ. സോ you will break it down again into 3 months. You need to set that 3 months goals for yourself so that you can achieve that and then move forward to other 3 months goals. That is, so നമ്മൾ ആ 4 quartersനും ഗോൾസ് സെറ്റ് ചെയ്യുന്നതായിരിക്കും. You can set it now itself if you know what and all you need to do throughout this year. If you don't know, then you can just set for, ഇപ്പം സ്റ്റുഡൻസ് ആണെങ്കിൽ ഒരു സെമിസ്റ്റർ, യു നോ വാട്ട് യുവർ സെമിസ്റ്റർ സബ്ജക്ട്സ് ആർ, വാട്ട് ആൻഡ് ഓൾ യു ആർ സപ്പോസ് ടു ഡു ഇൻ ദിസ് സെമിസ്റ്റർ എന്നുള്ളത്. സോ യു ക്യാൻ സെറ്റ് ഫോർ 1 semester, ദാറ്റ് ഇസ് 2 different quarters. Or else you can just do one thing, you can set for this quarter, ഈ 3 മാസത്തേക്കുള്ള ഗോൾസ് സെറ്റ് ചെയ്തതിന് ശേഷം you can further, after achieving those goals, then you can move forward to the other quarter. അങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാം. So it all depends on you how you want to set quarterly goals. Further, you break these quarterly goals down into weekly or daily goals. നമ്മൾ എടുത്ത എക്സാമ്പിൾ തന്നെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. 3 മാസത്തിൽ നമ്മൾ 2 സബ്ജക്റ്റ് പഠിക്കുമെന്നാണ് പ്ലാൻ ചെയ്തിട്ടുള്ളതെങ്കിൽ, ആ 2 സബ്ജക്റ്റിൽ ഇത്ര ചാപ്റ്റേഴ്സ് നമ്മൾ പഠിക്കുമെന്ന് നമുക്കറിയാമല്ലോ. ദാറ്റ് ഈസ്, സോ വിൽ സേ ദാറ്റ് 6 chapters ഉണ്ടെന്ന് വെച്ചോ. 6 chapters നമ്മൾ 3 മാസത്തിനുള്ളിൽ പഠിച്ചിരിക്കും എന്നാണ് നമ്മുടെ ഗോൾ എന്ന് വെച്ചോ. ദാറ്റ് ഈസ് ക്വാർട്ടർലി ഗോൾ 6 chapters എന്നുള്ളതാണെങ്കിൽ വിൽ ബ്രേക്ക് ഇറ്റ് ഡൗൺ ടു മന്ത്ലി ഗോൾസ് ഫസ്റ്റ്. ദാറ്റ് ഈസ് 2 chapters. ഒരു മാസം നമ്മൾ 2 chapter പഠിച്ചാൽ നമുക്ക് 3 മാസം 6 chapter അച്ചീവ് ചെയ്യാൻ പറ്റും. സോ ഇഫ് 1 month goal is 2 chapters, നമ്മൾ ഡെയിലി എത്ര പഠിച്ചാൽ നമുക്ക് ആ 2 chapter എന്നുള്ളൊരു ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മൾ സെറ്റ് ചെയ്യുക. ദറ്റ് ഈസ്, 2 chapter നമ്മൾ 4 ആയിട്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ യു വിൽ ഹാവ് 4 different areas to study weekly. അങ്ങനെ വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര ഈസി ആയിരിക്കും. യു ഫിനിഷ് ദാറ്റ് സ്മോൾ പാർട്ട് and then move on to the other part, then move on to the other part. ഇങ്ങനെ നമുക്ക് it will be easy to achieve our goals. This method is very
much applicable for studies എന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ ബിസിനസ് ഐഡിയാസ്, ഇപ്പം ഇഫ് യു പ്ലാൻ ടു സെറ്റ് അപ്പ് വൺ ബിസിനസ് ഫോർ യുവർ സെൽഫ് ഇൻ ദിസ് ഇയർ, അതിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് യു ക്യാൻ ബ്രേക്ക് ഇറ്റ് ക്വാർട്ടർലി ആൻഡ് ദെൻ മന്ത്ലി ആൻഡ് ദെൻ വീക്ക്ലി ആൻഡ് ഡെയിലി. യു ക്യാൻ സെറ്റ് ഇറ്റ് ലൈക്ക് ദാറ്റ്. So it will be very easy for you to achieve that small goals and then lead and achieve that big goal you want to achieve in 2021. So ഈ ഒരു മെത്തേഡ് അങ്ങനെയുള്ളവർക്ക് ഭയങ്കര എളുപ്പമായിട്ടുള്ളൊരു മെത്തേഡായിരിക്കും. സോ ഈ മെത്തേഡിൽ നമ്മൾ എന്താ ചെയ്തത് ഒന്നുകൂടെ ബ്രേക്ക് ചെയ്യാം. വി സെറ്റ് 5-year goals, then we set 1-year goals, then we break it down into quarterly goals, and then we further break that quarterly goals into monthly, weekly or daily tasks. So ഇതായിരുന്നു നമ്മുടെ ഫസ്റ്റ് മെത്തേഡ്. ഇത് കുറച്ച് ഒരു ലോങ് പ്രോസസ്സാണ്. യു ക്യാൻ ഡെഫിനറ്റ്ലി ഡു ഇറ്റ് ഇഫ് യു ആർ ലൈക്ക് ഒരു വലിയ ഗോൾ ഉണ്ട് നമ്മുടെ മുന്നിൽ, ബട്ട് ഇറ്റ്സ് ലൈക്ക് ടു കോംപ്ലിക്കേറ്റഡ്. നമുക്കത് കാണുമ്പോൾ തന്നെ ഭയങ്കര ടെൻഷനാണ്. ഇത്രയും നമ്മൾ എങ്ങനെ ചെയ്ത് തീർക്കും എന്നുള്ളവർക്ക് ആ ഒരു ടെൻഷൻ ഒഴിവാക്കാനുള്ള ബെസ്റ്റ് വേ ആണിത്. യു ക്യാൻ ബ്രേക്ക് ദാറ്റ് ബിഗ് ഗോൾ ഇൻ ടു ഡിഫറെൻറ്റ് പീസസ് ആൻഡ് ദെൻ അച്ചീവ് സ്മോൾ ഗോൾസ് ആൻഡ് ലേറ്റർ ഫിനിഷ് ദാറ്റ് ഫൈനൽ ഗോൾ ഓഫ്. ഇതൊരു സിമ്പിൾ മെത്തേഡാണ്. ഞാൻ മോസ്റ്റ്ലി അതർ ദാൻ സ്റ്റഡി ഗോൾസിന് ഫോളോ ചെയ്യാൻ പോകുന്നത് ഈ ഒരു മെത്തേഡ് തന്നെയാണ്. ബിക്കോസ് അതർ വൺ ഇസ് ലൈക്ക് ടു കോംപ്ലിക്കേറ്റഡ് ഫോർ മീ. സോ അതിലും ഞാൻ പ്രിഫർ ചെയ്യുന്നത് സിമ്പിൾ വേസ് ആണ്. എല്ലാവരും സിമ്പിളായിട്ടാണല്ലോ കാര്യങ്ങൾ പ്രിഫർ ചെയ്യുന്നത്, അല്ലേ? സോ ദിസ് ഇസ് ദി സിമ്പിൾ വേ ദാറ്റ് ഐ ലൈക്ക് ടു ഫോളോ. ഇതിലെന്താ ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ബേസിക്കലി 1-year ഗോൾ സെറ്റ് ചെയ്യും. ഈ വർഷം നമുക്ക് എന്തൊക്കെയാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് അൾട്ടിമേറ്റ്ലി യു നോ വാട്ട് യു നീഡ് ഇൻ യുവർ ലൈഫ് എന്നുള്ളത്, അല്ലെങ്കിൽ ആഫ്റ്റർ 5 year വാട്ട് യു നീഡ് എന്നുള്ളത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. സോ അതിനോട്ട് തന്നെ ആയിരിക്കുമല്ലോ നമ്മുടെ ഫോക്കസ് എന്ന് പറയുന്നത്. സോ ഐ വിൽ ജസ്റ്റ് ബേസിക്കലി സെറ്റ് മൈ 1-year ഗോൾസ് ഫസ്റ്റ്. ദാറ്റ് ഇസ് 2021 വേണ്ട കാര്യങ്ങൾ, ചെയ്യേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ എൻ്റെ മെയിൻ 3 ഗോൾസ് ഞാൻ ആദ്യം സെറ്റ് ചെയ്യും. അതിനുശേഷം ഐ വിൽ ബ്രേക്ക് ഇറ്റ് ഡൗൺ ടു മന്ത്ലി ടാസ്ക്. ദാറ്റ് ഈസ് മന്ത്ലി ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നുള്ളത് ആദ്യം ഞാൻ ബ്രേക്ക് ഡൗൺ ചെയ്യും. ആൻഡ് ദെൻ ഐ ബ്രേക്ക് ഇറ്റ് ഡൗൺ ടു ഡെയിലി ടാസ്ക്. എൻ്റെ മന്ത്ലി ഗോൾസ് അച്ചീവ് ചെയ്യണമെങ്കിൽ ഞാൻ ഡെയിലി എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് ഞാൻ ബ്രേക്ക് ഡൗൺ ചെയ്യും. സോ ഐ തിങ്ക് ദിസ് ഡെയിലി തിങ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓൺലി ഇഫ് യു വർക്ക് ഡെയിലി ഓൺ യുവർ ഗോൾസ് യു ക്യാൻ അച്ചീവ് ദം. എസ്പെഷ്യലി ദോസ് big goals, you need to give some time, കുറച്ച് ടൈം ആണെങ്കിലും you need to give that time for your goals every day എന്നാണ് എൻ്റെ ഒരു ബിലീഫ്. സോ that is my easy way of goal setting. Second ways, so you can choose either of these ways and set your goals. Next is the points to keep in your mind or points to consider after you select your goals. First one will be keep it simple. നമ്മുടെ ലൈഫിൽ പല ആസ്പെക്ട്സിലും പല കാര്യങ്ങളും നമുക്ക് നേടേണ്ടതായിട്ടുണ്ടാവും. ബട്ട് ഇഫ് യു സെറ്റ് 50 goals for yourself, it's very difficult to focus on each goals and achieve those goals. So എത്ര ഗോൾസ് നമ്മുടെ ലൈഫിലുണ്ടെങ്കിലും ഐ വുഡ് സജസ്റ്റ് യു ടു ചൂസ് ദി വെരി ഇമ്പോർട്ടൻറ്റ് 2 to 3 goals maximum and focus on that. Give your full on that 2 to 3 goals. Only then you can achieve the other goals. Other goals can be side goals or sub goals for yourself, but that main 2 or 3 goals need your attention and focus. Next one is goals set ചെയ്യുമ്പോൾ why എന്നൊരു question is very important, because only if you know your why you can work hard for that. If you just want that thing in your life, you will not be so much interested in that. You might or you might not end up finishing that goal. But if you have a strong why behind that, clearing the first year എന്നുള്ളത്, if that goal is for yourself, that is അതിനുശേഷം I need to get this my dream job എന്നൊരു, എന്തിനാണ് അത് നമ്മൾ ഗോളായിട്ട് വെച്ചിരിക്കുന്നത് എന്നുള്ളൊരു പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ്, ടു മോട്ടിവേറ്റ് യു. ഈ ഒരു വൈ ക്വസ്റ്റ്യൻ, ഇഫ് ഇറ്റ് ഇസ് ഫോർ യുവർ സെൽഫ് ഇറ്റ്സ് ഗുഡ്, ഇറ്റ്സ് നോട്ട് ബാഡ്, അങ്ങനെയല്ല. ബട്ട് ഇഫ് ഇറ്റ് ഇസ് ഫോർ സംവൺ എൽസ് ഇറ്റ് ഈസ് ദി ബെസ്റ്റ്. ബിക്കോസ് നമ്മളോട് തന്നെ കൊടുക്കുന്ന പല പ്രോമിസസും ബ്രേക്ക് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പക്ഷേ ഇഫ് ഇറ്റ് ഇസ് ഫോർ സംവൺ എൽസ്,
especially if it is for someone that we love, we'll be so much into that and we will promise ourselves we need to get that എന്നുള്ളത്. When you're choosing why for your goals, if it is for yourself, it's good, no problem, not an issue. But if something in your life, if you're doing for someone else, focus them on that why. That is, if you want to achieve that dream job in your life, ഇത് നമ്മൾ അച്ചീവ് ചെയ്യണമെന്ന് വിചാരിക്കുന്നത് ഇഫ് ഇറ്റ്സ് ഫോർ യുവർ പാരൻസ് ഓർ ഇഫ് ഇറ്റ്സ് ഫോർ യുവർ പാർട്ട്ണർ, ദാറ്റ് നിങ്ങളുടെ പാരൻസിന് നിങ്ങൾക്ക് ബെസ്റ്റ് ലൈഫ് കൊടുക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറിന് ഗിഫ്റ്റ്സ് മേടിച്ചു കൊടുക്കണം, യു ഓൾവേസ് വാണ്ട് ഹിം ഓർ ഹെർ ടു ബി ഹാപ്പി ഇൻ ലൈഫ്. അങ്ങനെയൊക്കെ ഒരു സ്ട്രോങ് റീസൺ ഇഫ് യു ഹാവ് ബിഹൈൻഡ് യുവർ ഗോൾസ്, നോ, you will definitely work for it. 101% sure. That third point to remember is that always keep your goals in a positive statement. That is, നമ്മൾ ഇന്ന കാര്യം അവോയ്ഡ് ചെയ്യും എന്ന് എഴുതുന്നതിനെക്കാളും നമ്മൾ ഇന്ന കാര്യം ചെയ്യും എന്ന് എഴുതുന്നതാണ് നല്ലത്. ഇപ്പം നമ്മളെടുത്ത എക്സാമ്പിൾ തന്നെ നോക്കുകയാണെങ്കിൽ, യു ഷുഡ് സെറ്റ് യുവർ ഗോൾ ദാറ്റ് ഐ വിൽ ക്ലിയർ ഓൾ പേപ്പേഴ്സ് ഇൻ ദിസ് ഇയർ എന്നുള്ളത്. യു ഷുഡ് നോട്ട് കീപ് യുവർ ഗോൾ ദാറ്റ് ഐ വിൽ നോട്ട് ഹാവ് എ ബാക്ക് പേപ്പർ ഇൻ ദിസ് ഇയർ. ഈവൻ ദോ രണ്ടും സെയിം ആണെങ്കിൽ പോലും യു ഷുഡ് ഓൾവേസ് സെലക്ട് ബീങ് പോസിറ്റീവ് ഇൻസ്റ്റെഡ് ഓഫ് ഇൻക്ലൂഡിങ് നെഗറ്റീവ് വേർഡ്സ് ഇൻ യുവർ ഗോൾ സെറ്റിംഗ്. Next point is always select one key word or key theme for your year. That will be very good. If you can connect that theme word or your key word to your goals, it will be well and good. ആ ഒരു വേർഡ് കേൾക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ആ ഒരു വേർഡ് തന്നെ നമുക്ക് നമ്മുടെ ഗോൾസ് റിമൈൻഡ് ചെയ്യുന്നതാണ്. സോ ഇറ്റ് വിൽ ബി ഗുഡ് ഇഫ് യു ക്യാൻ ചൂസ് ദാറ്റ് വൺ കീ വേർഡ് ഓർ കീ തീം ഫോർ യുവർ ഇയർ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്, goals should be smart. SMART, smart. So what the SMART means is S for specific, M for measurable, A for attainable, R for relevant, and T for time bound. It should be specific. It should not be vague or something. It should be measurable. ഒരു ചെറിയൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എല്ലാ തവണയും മിക്കവരും സെറ്റ് ചെയ്യുന്ന ഒരു ഗോളാണ് ഐ നീഡ് ടു ലൂസ് വെയ്റ്റ് എന്നുള്ളത്. ലൂസ് വെയ്റ്റ് എന്നുള്ളത് ഒരു ഗോളായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. എത്ര കിലോ കുറയ്ക്കണം എന്നുള്ളതാണ് നമ്മുടെ ഗോൾ. ഐ നീഡ് ടു ലൂസ് 5 kg, അതാണ് നമ്മുടെ ഗോൾ. മെഷർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സെറ്റ് ചെയ്യുന്ന ഒന്നായിരിക്കണം ഗോൾസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, അറ്റൈനബിൾ. ഈ 5 kgs കുറയ്ക്കുക എന്ന് പറയുന്നൊരു സംഭവം നമ്മളെ കൊണ്ട് അറ്റൈനബിൾ ആണോ എന്ന് നോക്കുക. ഓൺലി ഇഫ് യു ക്യാൻ വർക്ക് ദാറ്റ് ഹാർഡ് ഫോർ യുവർ ഗോൾസ്, യു ഷുഡ് സെറ്റ് ദാറ്റ് ഹൈ ഗോൾസ്. അപ്പോൾ തന്നെ നമ്മുടെ അടുത്ത പോയിന്റിലോട്ട് കിടക്കുകയാണ് റെലവെൻറ്റ്. ആൻഡ് ഇറ്റ് ഈസ് റെലവെൻറ്റ് ഫോർ യു ദാറ്റ് യു നീഡ് ടു ഗെറ്റ് ദാറ്റ് തിങ്, യു നീഡ് ടു അച്ചീവ് ദാറ്റ് ഗോൾ എന്നുള്ളത്. എന്നാൽ മാത്രമേ നമ്മൾ അതിനു വേണ്ടി വർക്ക് ചെയ്യുള്ളൂ, അല്ലേ? ലാസ്റ്റ് പോയിന്റ്, ടൈം ബൗണ്ട്. ഇറ്റ് ഷുഡ് ബി ടൈം ബൗണ്ട്. നമ്മളൊരു കാര്യം അറ്റൈൻ ചെയ്യണമെന്ന് വിചാരിക്കുമ്പം യു ഷുഡ് ഡെഫിനറ്റ്ലി കീപ്പ് എ ടൈം സ്പാൻ ഫോർ ഇറ്റ്. എന്നുവെച്ചാൽ 1 വർഷത്തിനുള്ളിൽ നമ്മൾ 5 കിലോ കുറച്ചിരിക്കണം എന്നുള്ളതാണ് നമ്മുടെ ഗോൾ എന്നുള്ളത് ഫിക്സ് ചെയ്തിരിക്കണം. സോ സെറ്റിംഗ് ടൈം ലിമിറ്റ് ഇസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. ഇനി നമുക്ക് അടുത്ത പോയിന്റിലോട്ട് കിടക്കാം. ഗോൾസ് നീഡ് ടു ബി ചാലഞ്ചിങ്, ബട്ട് ഇറ്റ് ഷുഡ് ഓൾസോ ബി റിയലിസ്റ്റിക്. നമ്മുടെ ലൈഫിലുള്ള എല്ലാ കാര്യങ്ങളും പോസിബിൾ ആണ്, പക്ഷേ റിയലിസ്റ്റിക് എന്ന് പറയുന്ന ഒരു കാര്യം കൂടി ഉണ്ട്. ഇന്ന് ഞാൻ തീരുമാനിക്കുകയാണ് ഈ വർഷത്തിനുള്ളിൽ ഞാൻ 1 കോടി സമ്പാദിച്ചിരിക്കുന്നുള്ളത്. ഇറ്റ് ഈസ് അൺറിയലിസ്റ്റിക് ബിക്കോസ് ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് ഈസ് പോസിബിൾ ഇൻ ദിസ് ഇയർ, എസ്പെഷ്യലി വെൻ ഐ ഡോണ്ട് ഹാവ് എ ജോബ് ഓർ അതിനുള്ളൊരു സോഴ്സ് പോലും എൻ്റെ കയ്യിലില്ലാണ്ട് ഈ വർഷത്തിനുള്ളിൽ ഞാൻ 1 കോടി നേടിയിരിക്കും എന്നൊക്കെ പറയുന്നത് ഇറ്റ്സ് വെരി അൺറിയലിസ്റ്റിക്. യോർ plan, your goal should be challenging. It should be challenging enough that a goal കാണുമ്പോൾ you have that fear. Okay, I need to achieve this. This goal is big enough that you have to work enough for it, but it is also realistic that you can get it. So always go for challenging, realistic goals. അടുത്തത്, set more of performance related goals. നമ്മുടെ കൺട്രോളിലുള്ള കാര്യങ്ങളായിരിക്കണം മോസ്റ്റ്ലി നമ്മൾ ഗോൾസ് സെറ്റ് ചെയ്യുമ്പം സെലക്ട് ചെയ്യേണ്ട ഒരു സംഭവം. ചെറിയൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് യൂട്യൂബ് തന്നെ എടുക്കാം. എനിക്ക് വേണമെങ്കിൽ ഈ വർഷം
യൂട്യൂബ് മോണിറ്റൈസേഷൻ നേടിയിരിക്കും എന്നുള്ളത് ഫിക്സ് ചെയ്യാം. അങ്ങനെ ഒരു ഗോൾ വേണമെങ്കിൽ എനിക്ക് ഫിക്സ് ചെയ്യാം. പക്ഷേ ഞാനത് ഫിക്സ് ചെയ്യില്ല. ബിക്കോസ് മോണിറ്റൈസേഷന് വേണ്ടത് 1000 followers plus 4000 hours of watch time ആണ്. That is something out of my control. What I can do is I can set my goals depending upon my performance. That is, I can change it into 8 videos per month. That is 2 videos each week എന്നുള്ളതായിരിക്കും എൻ്റെ ഗോൾ. സോ ആ ഗോൾ എനിക്ക് സെറ്റ് ചെയ്യാം. ബിക്കോസ് ദാറ്റ് ഈസ് സംതിങ് അണ്ടർ മൈ കൺട്രോൾ. ഐ ക്യാൻ ഡു ഇറ്റ് ആൻഡ് ഐ ക്യാൻ അച്ചീവ് ദാറ്റ് ഗോൾ. നെക്സ്റ്റ്, എല്ലാവരും ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള സംഭവം, അച്ചീവിങ് അവർ ഗോൾസ്. ഗോൾസ് സെറ്റ് ചെയ്താൽ മാത്രം പോരാ, വി നീഡ് ടു അച്ചീവ് ദാറ്റ് ഗോൾ, അല്ലേ? ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഹൗ ക്യാൻ വി അച്ചീവ് അവർ ഗോൾസ് എന്നുള്ളതാണ്. ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് വി നീഡ് സിസ്റ്റം ടു വർക്ക് ഓൺ ദോസ് ഗോൾസ്. ഇനി വാട്ട് ക്യാൻ വി ഡു ഫോർ അച്ചീവിങ് അവർ ഗോൾസ്? ഹൗ ക്യാൻ വി സെറ്റ് ദിസ് സിസ്റ്റം അപ്പ്? ഫസ്റ്റ് വൺ ഇസ് മേക്കിംഗ് ആൻ ആക്ഷൻ പ്ലാൻ. ആക്ഷൻ പ്ലാൻ എന്ന് വെച്ചാൽ നമ്മൾ ആ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെ വർക്ക് ചെയ്യും എന്നുള്ളതിൻ്റെ ഒരു സ്കെച്ചാണ് ആക്ഷൻ പ്ലാൻ. സോ ഹൗ ക്യാൻ വി മേക്ക് ദിസ് ആക്ഷൻ പ്ലാൻ? ഫസ്റ്റ്, ഐഡൻറ്റിഫൈ ആൾട്ടർനേറ്റീവ് പാത്വേസ് ടു അച്ചീവ് ദോസ് ഗോൾസ്. എന്തൊക്കെ ഓപ്ഷൻ നമ്മുടെ മുന്നിലുണ്ട്, എങ്ങനെയൊക്കെ വർക്ക് ചെയ്താൽ നമുക്ക് ആ ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഒരു സ്കെച്ചാക്കുക. നെക്സ്റ്റ്, ഡു യുവർ റിസർച്ച്. ആ ഒരു പെർട്ടിക്കുലർ വേ അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ പാത്ത് വേന് എന്തൊക്കെ റിസോഴ്സസ് ആണ് ആവശ്യമായിട്ടുള്ളത്, എന്തൊക്കെ സപ്പോർട്ടിങ് ഫാക്ടേഴ്സ് ആണ് ആവശ്യമായിട്ടുള്ളതെന്ന് ഒന്ന് റിസർച്ച് ചെയ്യുക. അതിന് ശേഷം മാത്രം ഫിക്സ് ചെയ്യുക. തേർഡ് പോയിന്റ് ഇസ് പ്ലാൻ ഫോർ ഒബ്സ്റ്റിക്കിൾസ്. ഈ ഒരു പെർട്ടിക്കുലർ പാത്ത് ചൂസ് ചെയ്താൽ എന്തൊക്കെ പ്രോബ്ലംസ് ആണ് നമ്മൾ നേരിടാൻ പോകുന്നത്, എന്തൊക്കെ പോസിറ്റീവ്സ് ആണ് അതിനുള്ളത്, ഇനി ഒബ്സ്റ്റിക്കിൾസ് വന്നാൽ തന്നെ എങ്ങനെ അത് നമുക്ക് നേരിടാൻ പറ്റും എന്നൊന്ന് പ്ലാൻ ചെയ്ത് വെക്കുക. അതിനുശേഷം യു ക്യാൻ സെലക്ട് ദി പാത്വേ ദാറ്റ് യു ഫീൽ ഈസ് ദി ബെസ്റ്റ്. നെക്സ്റ്റ്, വൺസ് വി ഹാവ് സെലക്റ്റഡ് അവർ പ്ലാൻസ്, സെറ്റ് സബ് ഗോൾസ്. ദാറ്റ് ഈസ്, ഈ ഒരു പ്ലാനിന് നമ്മൾ സബ് ഗോൾസ് തയ്യാറാക്കുക. നമ്മുടെ ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാണ് നമ്മുടെ പ്ലാൻ. ഇന്നൊക്കെ ചെയ്താൽ നമ്മൾ ആ പ്ലാൻ അച്ചീവ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് സബ് ഗോൾസും കൂടെ തയ്യാറാക്കുക. ആൻഡ് ഗിവ് ടൈം ലിമിറ്റ്സ് ടു. ഈ കാര്യം നമ്മൾ ഇത്ര നാളിനുള്ളിൽ അച്ചീവ് ചെയ്തിരിക്കും, ഈ കാര്യം നമ്മൾ ഇത്ര നേരത്തിനുള്ളിൽ ചെയ്തിരിക്കും എന്നുള്ളൊരു ടൈം ലിമിറ്റ് കൊടുക്കുക ഫോർ ഈച്ച് സബ് ഗോൾസ്. ആഫ്റ്റർ ക്രിയേറ്റിംഗ് ആൻ ആക്ഷൻ പ്ലാൻ, സെക്കൻഡ് മെയിൻ പോയിന്റ് ഇസ് ക്രിയേറ്റ് some other things. That is, first will be environment. നമുക്ക് ആ ഒരു പ്ലാൻ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റ്. ഇഫ് ഫോർ എക്സാമ്പിൾ ഇഫ് ഇറ്റ്സ് സ്റ്റഡിയിങ്, then you need a proper desk for studying, you need a proper surrounding for studying. അപ്പം ഇപ്പം പഠിക്കാനിരിക്കുന്നതിന് മുമ്പ് ഡെസ്ക് ക്ലീൻ ചെയ്യുക, സറൗണ്ടിങ്സ് ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യുക, നല്ലൊരു ലൈറ്റ്, നല്ലൊരു വൈബുള്ള ഒരു ഏരിയ നോക്കി സെലക്ട് ചെയ്യുക. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ ക്രിയേറ്റിംഗ് ദാറ്റ് environment for doing that particular work is also very important. Next one is habits and routines. നമ്മൾ ആ ഒരു പെർട്ടിക്കുലർ വർക്ക് ചെയ്യുന്നതിന് മുന്നേ അല്ലെങ്കിൽ നമ്മുടെ ഗോൾസിന് വേണ്ടിയിട്ട് ടാർഗറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്നതിന് മുമ്പേ വി നീഡ് ടു സെറ്റ് habits and routines for that. How to incorporate that plan into our routine or day-to-day life. That is very important because daily thing is what matters. നമ്മുടെ ചെറിയ ചെറിയ ആക്ഷൻസ് നമ്മുടെ ഡെയിലി വർക്കാണ് ദാറ്റ് മേക്സ് ദാറ്റ് ഹ്യൂജ് ഡിഫറൻസ്. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. തേർഡ് വൺ ഇസ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഔട്ട് ഓഫ് ഓൾ ദി തിങ്സ് ദാറ്റ് ഐ ടോൾഡ് യു, ടേക്കിംഗ് ആക്ഷൻ. നമ്മൾ എത്ര ഗോൾസ് സെറ്റ് ചെയ്താലും, നമ്മൾ അതിന് വേണ്ടി എന്തൊക്കെ ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കിയാലും, നമ്മൾ അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ റൂട്ടീൻസ് ഹാബിറ്റ്സ് ഫോളോ ചെയ്താലും, if you don't work for it, it is waste of your time, waste of your effort, waste of everything. So you need to work for that. That is the most important thing. Start slow. ചെറിയ ചെറിയ സ്റ്റെപ്സ് എടുത്ത് കുറച്ച് നേരം ഈച്ച് ഡേ എടുത്ത് യു ക്യാൻ ബിൽഡ് ഇറ്റ് ഔട്ട്. അല്ലെങ്കിൽ ഇഫ് യു ഹാവ് സോ മച്ച് തിങ് ഇൻ യുവർ ലൈഫ് ടു ഡു, ഫോർ എക്സാമ്പിൾ മീ, അപ്പം ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഐ ഇൻകോപ്പറേറ്റ് ഇറ്റ് സ്ലോലി. ഓരോ കാര്യങ്ങളായിട്ട് ഓരോ ദിവസം ഇൻകോപ്പറേറ്റ് ചെയ്ത് ദെൻ ഐ എം ട്രൈങ് ടു ബിൽഡ് ദാറ്റ് ഹാബിറ്റ് ഓർ ദാറ്റ് പെർഫെക്റ്റ് റുട്ടീൻ. ബട്ട് ബീയിങ് കൺസിസ്റ്റൻറ്റ് ഈസ് ദി കീ.
എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും നിങ്ങൾ നിങ്ങളുടെ ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് അറ്റ്ലീസ്റ്റ് 15 to half an hour per day സ്പെൻഡ് ചെയ്യും എന്നുള്ള ഒരു കൺസിസ്റ്റൻസി ഈസ് വാട്ട് മാറ്റേഴ്സ്. സോ ടേക്ക് ആക്ഷൻ ആൻഡ് ബി കൺസിസ്റ്റൻറ്റ്. നാലാമത്തെ കാര്യം ഇസ് ഇവാലുവേറ്റ് യുവർ പ്രോഗ്രസ്. അതിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് സബ് ഗോൾസ് സെറ്റ് ചെയ്യുന്നതും മൈൽ സ്റ്റോൺസ് സെറ്റ് ചെയ്യുന്നതും. സബ് ഗോൾസ് സെറ്റ് ചെയ്യുമ്പോൾ തന്നെ യു ഹാവ് ദാറ്റ് small goals you need to achieve, and achieving that ഓരോ പടിയായിട്ട് നമ്മൾ കയറി പോവുകയാണ് എന്നുള്ളത് അല്ലേ. നെക്സ്റ്റ് തിങ് വി ക്യാൻ ഡു ടു ഇവാലുവേറ്റ് അവർ പ്രോഗ്രസ് ഇസ് വീക്ക്ലി ഓർ മന്ത്ലി റിവ്യൂ. മന്ത്ലി ഓർ വീക്ക്ലി ടേക്ക് യുവർ സം ടൈം out and then evaluate, sit and review how you are working. നമ്മൾ ഈ മാസത്തിൽ ചെയ്ത കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ഈ വീക്കിൽ ചെയ്ത കാര്യങ്ങൾ എത്രത്തോളം നമ്മുടെ ഗോൾസിലോട്ട് നമ്മളെ മുന്നോട്ട് നീക്കി, അല്ലെങ്കിൽ എത്രത്തോളം വി കുഡ് മൂവ് ഫോർവേഡ്, എത്രത്തോളം ഇംപ്രൂവ്മെൻറ്റ് ഉണ്ടായി. ഇഫ് യു ഡിഡ്ന്റ് ഇംപ്രൂവ്, വൈ വാസ് ദ റീസൺ ബിഹൈൻഡ് ദാറ്റ് ആൻഡ് ഹൗ ക്യാൻ യു മേക്ക് ചേഞ്ചസ് ആൻഡ് ഇംപ്രൂവ് നെക്സ്റ്റ് വീക്ക് അല്ലെങ്കിൽ നെക്സ്റ്റ് മന്ത് എന്നുള്ളതൊക്കെ ഒന്ന് റിവ്യൂ ചെയ്യാൻ എടുക്കുന്ന ആ ഒരു ടൈം ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ ഐ തിങ്ക് ഇറ്റ്സ് ഓൾവേസ് ബെറ്റർ ടു ഡു വീക്ക്ലി റിവ്യൂസ്. ഓക്കെ, വി ആർ ഗോയിങ് ടു റീച്ച് ദി എൻഡ് ഓഫ് ദിസ് വീഡിയോ. ഓക്കെ, ഈ ഒരു ലാസ്റ്റ് പോയിന്റും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ദാറ്റ് ഈസ് ബീയിങ് പോസിറ്റീവ്. ഇപ്പം ആഫ്റ്റർ ഇവാലുവേറ്റിംഗ് യുവർ പ്രോസസ് യു ഫീൽ ദാറ്റ് യു ഹാവ് പ്രോഗ്രസ്ഡ്, നമുക്ക് നല്ല ഇംപ്രൂവ്മെൻറ്റ് ഉണ്ട്, അല്ലെങ്കിൽ വി ആർ മൂവിങ് ഇൻ ദി റൈറ്റ് ഡയറക്ഷൻ തോന്നുകയാണെങ്കിൽ ഓൾവേസ് സെറ്റ് റിവാർഡ്സ് ഫോർ ദാറ്റ്. റിവാർഡ് യുവർ സെൽഫ്. ഇഫ് യു ഹാവ് വർക്ക്ഡ് സോ ഹാർഡ് ത്രൂ ഔട്ട് ദി വീക്ക് എന്നാണെങ്കിൽ ജസ്റ്റ് ഗിവ് ദാറ്റ് 1 hour or 2 hours, how much ever you can spare of extra free time for yourself. Talk to yourself and appreciate yourself if you feel you had made a progress. If not, if you have not made a progress or you are little behind, tell yourself it's okay. It's definitely okay not to be perfect or not to always achieve that goals. It's okay, you can try again, you have time, you can do it എന്നുള്ള ഒരു സെൽഫ് ടോക്ക് നടത്തുന്നത് ഇസ് ഓൾവേസ് ഗുഡ്. ബി യുവർ ഓൺ മോട്ടിവേറ്റർ. നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ ഉള്ളവരെ കാത്തിക്കേണ്ട ഒരാവശ്യമില്ല. വി ക്യാൻ ബി അവർ ഓൺ മോട്ടിവേറ്റർ. ഓക്കെ, ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേയ്സ് വീഡിയോ. ഐ നോ ദിസ് ഇസ് എ ലിറ്റിൽ ലോങ് വീഡിയോ, ബട്ട് ഐ ഹാവ് ട്രൈഡ് മൈ ലെവൽ ബെസ്റ്റ് ടു ഗെറ്റ് all the informations possible. എന്നെക്കൊണ്ട് പറ്റുന്ന അത്രയും ഇൻഫർമേഷൻ കളക്ട് ചെയ്ത് നിങ്ങളായിട്ട് ഷെയർ ചെയ്ത് പറ്റുന്നത്രയും ഈ പ്രോസസ്സ് ഈസി ആൻഡ് സിമ്പിൾ ആക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ബട്ട് യെറ്റ് എഫക്റ്റീവ്, അതും ഒരു കാര്യമാണല്ലോ. സിമ്പിൾ ഈസ് നോട്ട് ഓൾവേസ് എഫക്റ്റീവ്. സോ എഫക്റ്റീവ് ആവുന്നതാണല്ലോ നമ്മുടെ മെയിൻ കാര്യം എന്ന് പറയുന്നത്. സോ ഐ ഹാവ് ട്രൈഡ് ടു മേക്ക് ദിസ് പ്രോസസ് സിമ്പിൾ യെറ്റ് എഫക്റ്റീവ്. ഹോപ്പ് യു ഗൈസ് ലൈക്ഡ് ഇറ്റ്. If you have not made goals yet and if you have not started it yet, please consider making goals for yourself in this year. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.